ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമുക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവാണ്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾസ് ഒക്കെ 90 വരെയാണ് മാക്സിമം ഉണ്ടാവുന്നത്. അതിൻ്റെ ഇടയിലായിരിക്കും ആംഗിൾസ്. ഈ ക്വാർട്ടറിലുള്ള ആംഗിൾസ് ഇവിടം വരെ 180 ആയിരിക്കും. ഇവിടെ 0, 90, 180, പിന്നെ 270, തിരിച്ചിവിടെ വരുമ്പോൾ 360 ആവും. അപ്പോൾ നമുക്കിപ്പോൾ സൈൻ 30, 90 താഴെയുള്ള കുറച്ച് ആംഗിൾസിൻ്റെ വാല്യൂസ് അറിയാം. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ മേലെയുള്ള വാല്യൂസ് ഇപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോയിൽ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ 135 ഒക്കെ ഇവിടെ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ സൈൻ 135 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 135 എങ്ങനെ കിട്ടും എന്ന് നോക്കാം. സൈൻ നമുക്ക് അറിഞ്ഞൂടാ, സൈൻ 135ൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ 135 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 90യുടെ കൂടെ 45 ആഡ് ചെയ്താൽ, 90 ഡിഗ്രി തന്നെ ഇവിടെയാണ്, ഇവിടുന്ന് 45 ആഡ് ചെയ്താൽ എനിക്ക് സൈൻ 135 കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം 90 ഇങ്ങനെ കറങ്ങിയിട്ട് അതാണ് ഈ 1 എഴുതിയത്. 1 × 90 എന്ന് പറഞ്ഞത്. എന്നിട്ട് പ്ലസ് ഒരു 45 കൂടി വന്നാൽ നമുക്ക് ഏകദേശം ഇവിടെ വരും, സൈൻ 145 കിട്ടും. അപ്പം ഇങ്ങനെ ഇതിനൊരു ഫോർമുല നമുക്ക് പഠിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഫോർമുല സൈൻ ഫോർമുല നോക്കട്ടെ. ഓക്കെ, സൈൻ n × 90 ± തീറ്റ is equal to ± cos theta if n is odd. n odd ആണെന്ന് പറഞ്ഞാൽ n odd നമ്പർ ആണെങ്കിൽ ഇതാണ് ഫോർമുല. നമ്മൾ ഇപ്പോൾ ചെയ്ത കേസിൽ സൈൻ 135 എന്താ ചെയ്ത് നോക്കാം. സൈൻ 135 നമ്മൾ എന്താ ചെയ്തത്, സൈൻ 1 × 90, 90 ഒരു പ്രാവശ്യം നമ്മൾ 90 ഡിഗ്രിയിലോട്ട് കറങ്ങിയിട്ട് അവിടുന്ന് +45 ചെയ്തു. അപ്പോൾ ഇവിടെ n ഓടാണല്ലോ, ഇപ്പോൾ ഈ n ഇവിടെ ഓടാണ്. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. ഈ ± cos θ എഴുതാൻ കാര്യം നമുക്കറിയാം, ഫോർത്ത് ക്വാർട്ടറിൽ മാത്രമാണ് ഈ സൈൻ പോസിറ്റീവ് നമുക്ക് സൈനാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ക്വാർട്ടറിലാണെങ്കിൽ അത് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കറങ്ങി എത്തി നിൽക്കുന്നത് വേറൊരു ക്വാർട്ടറിലാണെങ്കിൽ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് 90 ന്ന് 45 ആഡ് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇത് കോസ് തീറ്റ, ഈ ആംഗിൾ എത്രയാണ് നമ്മൾ ആഡ് ചെയ്തത് അതാണ്. അപ്പോൾ ഇവിടെ കോസ് 45, കോസ് 45ൻ്റെ വാല്യൂ നമുക്കറിയാം, 1/√2. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി സെയിം ഇത് ചെയ്യാനായിട്ട് നമുക്ക് 2 പ്രാവശ്യം 90 കറങ്ങിയിട്ടും ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈൻ 135 എന്ന് പറഞ്ഞാൽ സൈൻ 2 × 90 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ 2 പ്രാവശ്യം 90 ഇറങ്ങി, എന്നിട്ട് തിരിച്ച് 45 പോയാലും നമുക്ക് തിരിച്ച് നമ്മൾക്ക് 180 മൈനസ് എത്രയാണ് നമുക്ക് കിട്ടേണ്ടത് 140. തിരിച്ച് 45 ഇറങ്ങിയാലും നമ്മൾ 135 -45 ചെയ്താലും നമ്മൾ സെയിം സ്ഥലത്ത് എത്തും. അപ്പോൾ ഇവിടെ n ഇവിടെ പക്ഷേ ഈവൻ ആണല്ലോ, എന്ന് പറഞ്ഞാൽ ഇത് ഈവനാണ് n. അപ്പോൾ അതിൻ്റെ ഫോർമുല വേറെയാണ്. അതിൻ്റെ ഫോർമുല സൈൻ
n into 90 plus or minus theta is equal to plus or minus cos theta അല്ല sin theta ആണ് എന്ന് വെച്ചാൽ n ഈവൻ ആവുമ്പോൾ എന്ന് വെച്ചാൽ ഈ കേസ് നമ്മളിപ്പോൾ ചെയ്ത കേസ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് 45. നമ്മൾ n ഈവൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ sin 45 ആണ്. ഓക്കെ, അഗൈൻ sin 45 സെക്കൻഡ് ക്വാർട്ടറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സൈനോടെ പോസിറ്റീവ് ആയതുകൊണ്ട് sin 45ൻ്റെ വാല്യൂ 1/√2. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോർമുലയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് n ഈവൻ ആവുമ്പോൾ ഇതും n ഓഡ് ആവുമ്പോൾ ഇതും. അത് സൈൻ്റെ കേസിൽ ഉള്ളതാണ്. എന്ന് വെച്ചാൽ n ഓഡാണെങ്കിൽ സൈൻ കോസ് ആവും. അത് n ഓഡാണെങ്കിൽ. n ഈവൻ ആണെങ്കിൽ സൈൻ തന്നെ ആയിരിക്കും. നമ്മൾ കറങ്ങിയിട്ട് എത്ര ആംഗിൾ അത് സൈൻ തന്നെ ആയിരിക്കും. അതുപോലെ റിവേഴ്സ് പറഞ്ഞാൽ n ഓഡാണെങ്കിൽ കോസ് സൈൻ ആവും. അത് n ഈവൻ ആണെങ്കിൽ കോസ് തന്നെ ആയിരിക്കും. ടാനിൻ്റെ കേസിലാണെങ്കിൽ n ഓഡാണെങ്കിൽ ടാൻ കോട്ടാവും. അതുപോലെ n ഈവൻ ആണെങ്കിൽ ടാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്കിനി ഇവിടെ അതിൻ്റെ മേലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് വലിയ ആംഗിൾസ് കണ്ടുപിടിക്കാനുണ്ട്. ഒന്ന് പറഞ്ഞാൽ കോസ് 330 ആണ്. കോസ് 330 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോസ് 3 പ്രാവശ്യം നമുക്ക് 90 കറങ്ങിയ നമ്മൾ 270 എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടുന്ന് പിന്നെ ഒരു 30 കൂടി പോയാൽ മതി അല്ലേ? അല്ല സോറി 60 കൂടി പോകണം. 270 പ്ലസ് 60 ആണ് 330. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഓടാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കോസ് 6 ഓടായതുകൊണ്ട് സൈൻ ആവും. സൈൻ 60 ആണ്. സൈൻ എന്താണെന്ന് ഇവിടെ നോക്കണം. ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഫോർത്ത് ക്വാർട്ടറിലാണ്. അപ്പോൾ പോസിറ്റീവ് ആണ്. നമ്മൾ പോസിറ്റീവ് സൈൻ 60 നമുക്കറിയാം √3/2 ആണ്. മനസ്സിലായി? അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് വേറൊരു രീതിയിൽ കോസ് 330 കണ്ടുപിടിക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ കോസ് 3 പ്രാവശ്യം കറങ്ങണം, 4 പ്രാവശ്യം കറങ്ങാം. 4 90 ചെയ്യുമ്പോൾ നമുക്ക് 360. അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. തിരിച്ച് നമ്മൾ 30 കറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് -30 അല്ലേ? എന്നാലല്ലേ കോസ് എന്താ പറയുക 330 ആവാൻ. 360 തിരിച്ച് 30 ഇറങ്ങിയ 330 കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ n ഈവൻ ആണല്ലോ. അപ്പോൾ കോസ് തന്നെ ഇരിക്കും. കോസ് 30 നമുക്കറിയാം √3/2. അപ്പോൾ ഏത് കേസിലാണെങ്കിലും നമുക്ക് സെയിം വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഇവാലുവേറ്റ് കോസ് 330യുടെ അവിടെ നമുക്ക് √3/2 ആൻസർ കിട്ടും. അതുപോലെ സൈൻ 120 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സൈൻ 120 എന്ന് പറയുമ്പോൾ 2 × 90 എന്ന് വെച്ചാൽ 180 മൈനസ് എത്ര തിരിച്ചിറങ്ങണം? 60 ഇറങ്ങണം. അപ്പോൾ ഇവിടെ 2 ഈവൻ അല്ലേ? അപ്പോൾ സൈൻ തന്നെ ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിലായതുകൊണ്ട് സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കണ്ട, പോസിറ്റീവ് തന്നെ എടുത്താൽ മതി. 6 അപ്പോൾ സൈൻ 60 വരും. സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ ഇത് ഫസ്റ്റ് കോസ് 330 √3/2 ആണ്. സൈൻ 120 √3/2 ആണ്. അപ്പോൾ √3/2 മൈനസ് √3/2 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വലിയ മോർ ദാൻ 90 ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ബാക്കിയുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം.